പോഷക ഗുണങ്ങൾ ധാരാളം അടങ്ങിയ മുതിര കൊണ്ട് നമുക്കിന്നൊരു അടിപൊളി രസം തയ്യാറാക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്ത് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നല്ലതായിട്ട് കഴുകിയെടുത്ത മുതിര 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം. മുതിര നല്ലതായിട്ട് മൂത്തൊന്ന് പൊരിഞ്ഞ് വരുന്നവരെ ഇതൊന്ന് വറക്കണം. അപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു പാത്രം എടുത്ത് അതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ പുളിയുടെ പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വാളം പുളിയുടെ പേസ്റ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പുളിയുടെ പേസ്റ്റ് ഇല്ല എങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് ഇതുപോലെ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് ജ്യൂസ് തയ്യാറാക്കി എടുത്താൽ മതി കേട്ടോ. വറുത്തെടുത്ത മുതൽ നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. കൂടാതെ ഇതിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക്, 2 വറ്റൽമുളക്, പിന്നെ 1 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. ഞാനിവിടെ 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കുണ്ടല്ലോ ഒന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അവിടോട്ട് വെക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ടൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കണം. കൂടാതെ ഇതിലോട്ട് നമ്മൾ 1 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 3 വറ്റൽമുളക് മുറിച്ചെടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കളർ മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെ കളർ ഇതേ രീതിയിൽ ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം. കായപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ടൊരു വലിയ തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം. തക്കാളിക്ക് ഇപ്പം നല്ലതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിയുടെ ജ്യൂസ് ഒഴിക്കാം. ശരിക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർക്കണം. ഞാനിപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് 2-3 മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. 2-3 മിനിറ്റ് നേരം നമ്മളിപ്പോൾ ഇത് തിളപ്പിച്ചെടുത്തു. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയാണ് കേട്ടോ. നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള മുതിര രസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ.